നെല്ലായി പന്തല്ലൂർ വനമാലി കുന്നത്തേരി മഠത്തിൽ ഈ മാസം 18 മുതൽ 27 വരെ ശ്രീമദ് ഭാഗവത സത്രം നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭാഗവതരത്നം പുല്ലൂർമണ്ണ മണിവർണ്ണൻ നമ്പൂതിരി ആചാര്യനായുള്ള സത്രത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിക്കും. ദിവസവും രാവിലെ ഭാഗവത പാരായണം, പ്രഭാഷണം, അന്നപ്രസാദം, വൈകിട്ട് സോപാന സംഗീതം, ചാക്യാർകൂത്ത്, തിരുവാതിരക്കളി എന്നിവയും ഉണ്ടാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രഗത്ഭരായ ഭാഗവതോപാസകർ സത്രത്തിൽ പങ്കെടുത്തു പ്രഭാഷണങ്ങൾ നടത്തും. 27-ന് രാവിലെ 10-ന് സത്രം സമർപ്പണം, കുന്നത്തേരി മഠം, ഡോക്ടർ രഘുനാഥന്റെ സഹധർമ്മിണി സുദർശനയുടെ 60-ാം പിറന്നാൾ സദ്യ എന്നിവയും ഉണ്ടാകും. ഇതിന്റെ ഭാഗമായി 21-ന് രാവിലെ 9:30-ന് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരി, ജയകുമാർ പുലിയടത്ത്, ഡോക്ടർ രഘുനാഥൻ, സുദർശന രഘുനാഥ് എന്നിവർ പങ്കെടുത്തു. ശ്രീമതി സുദർശന രഘുനാഥിന്റെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് തൃശ്ശൂർ ജില്ലയിലെ നെല്ലായിക്ക് അടുത്ത പന്തല്ലൂർ ഗ്രാമത്തിലെ വനമാലി എന്നുള്ള അവരുടെ ഗ്രഹത്തിൽ വെച്ച് 2026 മെയ് 18 മുതൽ 27 വരെ ഒരു ശ്രീമദ് ഭാഗവത സത്രം നടക്കുകയാണ്. ഈ ശ്രീമദ് ഭാഗവത സത്രത്തില് കേരളത്തിലെ മാത്രമല്ല നമ്മുടെ രാജ്യത്തിലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ഭാഗവത ഉപാസകന്മാര് ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ യജ്ഞത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീ കൈതപ്രം പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അവറുകളാണ്. 18-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമാണ് ഇതിന്റെ ഉദ്ഘാടനം. ഈ സത്രത്തിന്റെ ആചാര്യൻ ബ്രഹ്മശ്രീ ഭാഗവത രത്നം പുല്ലൂർമണ്ണ മണിവർണ്ണൻ നമ്പൂതിരി അവറുകളാണ്. അതുപോലെ ഭാഗവത ഗായക രത്നം കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ തെക്കേടം നാഗരാജൻ നമ്പൂതിരി, മാടശ്ശേരി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നുള്ള ഉപാസകന്മാരാണ് ഇതിന്റെ പാരായണം നിർവഹിക്കുന്നത്. പിന്നെ കേരളത്തിലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള മഹാത്മാക്കളായിട്ടുള്ള ആചാര്യന്മാര് ഈ 9 ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ബ്രഹ്മശ്രീ കല്ലമ്പള്ളി ജയശങ്കർ നമ്പൂതിരി, വെളുത്തട്ട് കിഴക്കേടത്ത് മന മാധവൻ നമ്പൂതിരി, ഭാഗവത വംശി മുൻ ഗുരുവായൂർ മേശാന്തി ബ്രഹ്മശ്രീ മൂർഖന്നൂർ ശ്രീഹരി നമ്പൂതിരി, രാജശ്രീ സംഗമേശ്വരൻ തമ്പുരാൻ, സ്വാമി സന്മയാനന്ദ സരസ്വതി നാരായണാലയം പാലക്കാട്, ബ്രഹ്മശ്രീ കാവനാട് രാമൻ നമ്പൂതിരി, ഭാഗവത ആചാര്യനായിട്ടുള്ള പെൺമണി കൃഷ്ണൻ നമ്പൂതിരി, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി രാധാനന്ദാർജനം, അതുപോലെ പാലക്കാട് ചിന്മയ മിഷന്റെ അധ്യക്ഷനായിട്ടുള്ള സ്വാമി സംപൂജ്യ സ്വാമി അശേഷാനന്ദ്ജി, മുംബൈ ചന്ദ്രശേഖര ശർമ്മ, അരുണൻ ഇരളിയൂർ മൂവാറ്റുപുഴ, പാലാഞ്ചേരി നവീൻ ശങ്കർ, അതുപോലെ ഗുരുവായൂർ പ്രഭാകർജി, സർവശ്രീ വെള്ളിനേഴി ഹരികൃഷ്ണൻ, അതുപോലെ ബ്രഹ്മർഷി വയപ്രം വാസുദേവൻ നമ്പൂതിരി തുടങ്ങിയിട്ടുള്ള അനവധി ഉപാസകർ പങ്കെടുക്കുന്നു. അതുപോലെ സത്രവേദിയില് എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് 6:30-ന് ക്ഷേത്രകലകളായിട്ടുള്ള ഓട്ടംതുള്ളൽ, സോപാന സംഗീതം, ശ്രീ അമ്പലപ്പുഴ വിജയകുമാർ അവരാണ് അദ്ദേഹമാണ് വരുന്നത്. ചാക്യാർകൂത്ത് ഡോക്ടർ എടനാട് നമ്പ്യാർ, അതുപോലെ നൃത്യങ്ങൾ, ഭജൻസ്, തിരുവാതിരക്കളി എന്നിവ ഉണ്ടായിരിക്കും. മെയ് 24-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് രാസലീല എന്ന ഒരു പ്രത്യേക നൃത്ത പരിപാടി ഇതിനോടനുബന്ധിച്ച് ഉണ്ട്. ഇതിനു പുറമെ ആയുർവേദ രംഗത്ത് പ്രശസ്തരായിട്ടുള്ള വൈദ്യരത്നം ആയുർവേദ മെഡിക്കൽ കോളേജിലെ വിവിധ വകുപ്പുകളിലെ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർ പങ്കെടുക്കുന്നു. ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പും അതുപോലെ സൗജന്യ ആയുർവേദ മരുന്ന് വിതരണവും ഉണ്ടായിരിക്കുന്നതാണ്. മെയ് 21 വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെയാണ് ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പ്. എല്ലാവരെയും ഈശ്വര നാമത്തില് ഈ സത്രവേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടുതലായിട്ട് പറയാനുള്ളത് ഈ സത്രത്തിനോട് അനുബന്ധിച്ചിട്ട് തന്നെ നമ്മുടെ അടുത്തുള്ള ആയുർവേദ മെഡിക്കൽ കോളേജാണ് വൈദ്യരത്നം ആയുർവേദ മെഡിക്കൽ കോളേജ്. അവിടുത്തെ എല്ലാ സ്പെഷ്യലൈസേഷനും എല്ലാ വിഭാഗത്തിലെയും ആയുർവേദത്തിൽ തന്നെ പ്രഗത്ഭരായ ഡോക്ടർമാർ വരുന്നുണ്ട്. വൈദ്യരത്നം സ്പോൺസർ ചെയ്യുന്ന
മരുന്നുകളുടെ സൗജന്യ വിതരണവും അന്ന് തന്നെ നടത്തുന്നതാണ്. ഇതൊക്കെ പറയും കൂടുതൽ യൂട്യൂബും ഫേസ്ബുക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനൊരു സത്രം നമ്മുടെ ഗൃഹത്തിൽ വെച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ അതിന് ഒരുപാട് പേരുടെ ഈ യൂട്യൂബിലൂടെ ഭഗവാന്റെ കഥകൾ ധാരാളം പറയാറുണ്ട്. അതിലൂടെ ഒരുപാട് കൃഷ്ണ ബന്ധുക്കളെ ലഭിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ കൊണ്ടാണ് ഇത്രയും വലിയൊരു മഹത്തായിട്ടുള്ള എത്രയോ ജന്മാന്തരങ്ങളായിട്ടുള്ള നേടിയിട്ടുള്ള പുണ്യമാണ്. ആ പുണ്യത്തിൻ്റെ ഒരു ഫലം തന്നെയാണ് ഇത്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം എൻ്റെ മുത്തച്ഛൻ്റെ കാര്യമാണ്. എൻ്റെ മുത്തച്ഛൻ മുഞ്ചിറ മഠം സ്വാമിയാരായിരുന്നു. അച്ഛൻ്റെ അച്ഛൻ ഇവിടെ മുരിയാട് നഗറിലെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമം, അവിടെയായിരുന്നു. അദ്ദേഹം കന്യാകുമാരിക്കടുത്ത് മാർത്താണ്ഡം അടുത്ത് മുഞ്ചിറ എന്നുള്ള സ്ഥലത്ത് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ മഠം ഉണ്ടായിരുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം പുഷ്പാഞ്ജലി സ്വാമിയാരായിട്ടൊക്കെ അനവധി കാലം ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഒരു അദ്ദേഹം ചെയ്ത ഒരു തലമുറയിൽ ഒരു മഹാത്മാവ് ചെയ്ത ആ ഒരു പുണ്യം എത്രയോ തലമുറകളിൽ 7 തലമുറകളിലൊക്കെ ഉണ്ടാവും എന്ന് പറയണം. അപ്പം അതിൻ്റെ തന്നെയാണ് ഒരു അനുഭവം. ആ ഒരു അനുഭവമാണ് അത്. മുത്തച്ഛൻ്റെ അനുഗ്രഹം തന്നെയാണ്. മുത്തച്ഛൻ താമസിച്ചിരുന്ന ആ സ്ഥലത്ത് വച്ചിട്ട് ഇങ്ങനൊരു മഹത്തായിട്ടുള്ള ആ ഒരു സത്രം നടത്താൻ സാധിക്കുക. സത്രത്തിലേക്ക് വരുന്ന എല്ലാവരും ഭാഗവതാചാര്യന്മാരായിട്ടുള്ളവരോടുള്ള ആ ഒരു സൗഹൃദം തന്നതും ആ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യമാണ്. അതിനു വേണ്ടിയിട്ട് വരാമോ എന്ന് വിളിച്ചപ്പോൾ ഒരാൾ പോലും സംശയിക്കാണ്ട് തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു. അപ്പം എല്ലാവരുടെയും മുമ്പിൽ നമസ്കരിക്കുകയാണ്. എല്ലാം വേണ്ടത് വിധത്തിലാവാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചിരിക്കുന്നവരുണ്ട്. അവരുടെ മുന്നിൽ നമസ്കരിക്കണം. സഹായവും സഹകരണവും സാന്നിധ്യവും ഉണ്ടാവണം നിങ്ങളുടെ ഈ അവസരത്തിൽ